നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കുടലെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന നാടാണെന്ന് എനിക്കറിയാം. നമ്മൾ സത്യസന്ധമായി ഏത് കാര്യവും പറയണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അയ്യോ, ഇയാളെപ്പറ്റി പറഞ്ഞാൽ നാളെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ, ഇയാൾ നമ്മളെന്നും കാണുന്ന ആളല്ലേ, അതൊന്നും ഞാൻ നോക്കാറില്ല. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത, അത് പറയുന്ന 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ 10 പേര് കാണുന്നതുകൊണ്ടാണോ, നമ്മൾ പറയുന്നതിൽ എന്തോ സത്യസന്ധത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ പേരോ നമ്മുടെ ഒരു ഫോട്ടോയോ നമ്മുടെ എന്താ പറയുക ഒരു അല്പം വിഷ്വലോ കാണിച്ചാൽ അത് കാണാൻ കുറച്ച് ആളുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് എന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ പെടുത്തി 4 തെറി പറഞ്ഞ് 10 പേരെ കാണിച്ച് അവർക്ക് എന്താ പറയുക റേറ്റ് കൂട്ടാനുള്ള പരിപാടികൾ ഒരുപാട് യൂട്യൂബർമാർ ചെയ്യുന്നുണ്ട്. എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞത്, സാറിൻ്റെ ഫോട്ടോ സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കേസ് മതി അവൻ്റെ ചാനൽ പൂട്ടാൻ. പക്ഷേ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല അത് ചെയ്യാൻ. ഇപ്പം തന്നെ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നസീർ സാറിനെ കുറിച്ചാണ്. ഒരു പടത്തിൽ പോലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവതുല്യമായി കാണുന്ന ആളാണ്. പക്ഷെ നസീർ സാറ് ഒരു ദൈവപുത്രനല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നമുക്കൊക്കെ മാതൃകയാക്കാൻ കഴിയാത്ത അത്രയും നല്ല മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കുറ്റങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, തെറ്റുകളും ചെയ്തിട്ടുണ്ട്. നമ്മളത് എന്നോ പറഞ്ഞു കളഞ്ഞ സാധനമാണ്. ഇപ്പോൾ വിജയശ്രീയുടെ ഇഷ്യൂ ആയാലും ശരി, വിജയശ്രീ മരിച്ചപ്പോൾ പോലും ബാംഗ്ലൂരിൽ ഹരിഹരൻ്റെ പടത്തിൽ ഷൂട്ടിംഗ് മുടക്കാതെ നിർത്താതെ 1 മണിക്കൂർ പോലും നിർത്തിവെക്കാതെ ഷൂട്ട് ചെയ്തു എന്നും നസീർ സാർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് 3-4 വർഷം മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഷീലാമ്മയുമായി ബന്ധപ്പെടുത്തിയ ചില വിഷയങ്ങൾ, ഇതെല്ലാം നമ്മളിൽ വളരെ എന്താ പറയുക ആധികാരികമായി പറയാവുന്ന, തെളിവായി കൊടുക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, പുസ്തകങ്ങളും വാരികളും ഒക്കെ. അന്നൊന്നും നസീർ സാർ പോലും അത് എതിർത്തിട്ടുമില്ല. നിങ്ങൾ എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞു, നിങ്ങളെ പേര് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞൊരു പേപ്പർ പോലും സാർ അയച്ചിട്ടില്ല. സാർ അതൊന്നും കാര്യമാക്കുന്ന ആളല്ല. നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നസീർ സാർ ഒരു ബോർണാണ് എന്നുള്ള രീതിയിലല്ല. മനുഷ്യന് സംഭവിക്കാവുന്ന ചില തെറ്റുകുറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ദൈവപുത്രനല്ലല്ലോ. മഹാത്മാഗാന്ധിജിക്ക് പോലും തെറ്റുപറ്റിയ നാടല്ലേ. മഹാത്മാഗാന്ധിജി പോലും ഭാര്യ കസ്തൂർബായെ തല്ലിയിട്ടുള്ള ആളല്ലേ. അപ്പം നസീർ സാർ അതിലപ്പുറമാണോ? അല്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ മനസ്സിലായത്, നസീർ സാറിനെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വക്താവാക്കി മാറ്റാൻ കിണഞ്ഞ പരിശ്രമം നടക്കുകയാണ്. നസീർ സാർ ഒരു മുസൽമാനല്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ്. നിങ്ങൾ അടക്കിയത് പള്ളിയിലായിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ആയിക്കോട്ടെ. പക്ഷേ നസീർ സാർ ഒരു മുസൽമാനേ ആയിരുന്നില്ല. മുസ്ലിം ചട്ടപ്രകാരം അദ്ദേഹം വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇപ്പം മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലെ 5 നേരം നിസ്കരിക്കാൻ പോകുക, ആ ഷൂട്ടിംഗ് നിർത്ത്, ഈ ഷോട്ട് ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന ആളല്ല നസീർ സാർ. ഒരിടത്തും പോയിട്ടില്ല, ഒരു സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരൊറ്റ മുസൽമാനില്ലായിരുന്നു. അതൊക്കെ ആ വലിയ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മലയാളിയാണ്, ഞാനൊരു ഇന്ത്യക്കാരനെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ മതത്തിൻ്റെ കള്ളിക്കകത്ത് ചാടിക്കയറാത്തത്. ആ മനുഷ്യനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന സാധനം എടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കി അലക്കുന്നു. എൻ്റെ ഫോട്ടോയും നസീർ സാറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇയാൾ നസീർ സാറിനെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇവനൊക്കെ നാണമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞത്, നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം, നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് മാത്രം കൊടുത്തിട്ട് പരാതി കൊടുത്താൽ മതി, അവൻ്റെ കട്ടയും പടവും മടങ്ങും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് ഇവൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എന്തിരുന്നേ? നിങ്ങൾ ഇനി കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് നസീർ സാർ ഒരു മുസൽമാനാണെന്ന് പറഞ്ഞാൽ ഞാൻ വഹിക്കില്ല, പടവില്ലെന്ന് പറയും. കാരണം നസീർ സാർ ഒരു മുസൽമാനായി ജീവിച്ച ആളല്ല, മനുഷ്യനായി, പച്ച മനുഷ്യനായി ജീവിച്ച ആളാണ്. കഷ്ടമാണ് എന്ന് ഞാൻ പറയും. ഇങ്ങനെ ഓരോ നടന്മാരെ ഇപ്പോൾ തന്നെ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഒരുത്ത എഴുതി കണ്ടില്ലേ, മോഹൻലാൽ നായരായതുകൊണ്ടാണെന്ന് മധുസാറിന് കൊടുക്കാത്ത. ജാതീയമായി സംസാരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം, അല്ലെങ്കിൽ മതപരമായി സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ? നമ്മളെ കൊണ്ട് 10 പേർക്ക് ഒരു 100 പേരോ 1000 പേരോ കാണുന്നു, അതുകൊണ്ട് എന്തെങ്കിലും അവന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം എവിടം വരെ പോകണം നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ നിരത്തി കൊടുക്കാൻ പരാതി. എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോലും കണ്ണൂരോ എവിടെയുള്ള ഒരു തലതിരിഞ്ഞ ചെറുക്കനാണ്. ഞാൻ ഇന്നുവരെ അവൻ്റെ പേരിൽ സൈബർ കേസ് കൊടുത്തിട്ടില്ല.
മാസം 10,000, 2,000, 3,000 രൂപ അവന് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വരും. കാരണം നമ്മുടെ പ്രോഗ്രാം വന്ന് 1 മിനിറ്റ് കഴിയുമ്പോൾ അവൻ ഇതിൽ നിന്ന് എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണ്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ അവൻ്റെ അപ്പൻ്റെ വക പോലെയാണ് ഇടുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു പരാതിക്ക് പോയിട്ടില്ല. എനിക്കെന്തേ, എന്ന് സിറ്റി പോണ ആളല്ലേ, സൈബർ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്തൂടെ? അവൻ്റെ ഫേസ്ബുക്ക് ക്ലോസ് ചെയ്യാൻ അവനെ തിരുവനന്തപുരത്ത് വരുത്താമല്ലോ. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ അവൻ്റെ മര്യാദ കേടെന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ നിങ്ങളെ കൊണ്ടാണ് ജീവിക്കുന്നത് കേട്ടോ, നിങ്ങളുടെ ചോദിക്കാതെ ഞാനിത് എടുത്തിരുന്നതിൽ വേറെ തോന്നരുത് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഞാൻ അവനെ ശത്രുവായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ ഈ വാവളന്താമരൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടാണ് ചുമ്മാ ഓരോ പോസ്റ്റുകളിട്ട് എൻ്റെ ഫോട്ടോയിൽ വെച്ച് നസീർ സാറിനെ ഞാൻ തെറി വിളിച്ചു എന്നൊക്കെ ഇടുന്നത്. തൽക്കാലം ഇത്രേ പറയുന്നു. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയതടക്കം. പറയുന്ന വാക്കിന് വില വേണം എന്ന് വിശ്വസിക്കുന്ന ചുരുക്ക സംവിധായകരിൽ ഒരാളാണ് നമ്മുടെ സത്യൻ അന്തിക്കാട്. ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെ വെച്ച് കണ്ടു, ദിനേശേ ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടോ, വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് എന്നെ പറഞ്ഞു. എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാകണം എൻ്റെ കൂടെയുള്ളവർ എന്ന് അദ്ദേഹത്തിന് കടുത്ത വാശി തന്നെ ഉണ്ട് എന്ന് പറയാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും തിരക്കുകളാലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് വാക്ക് പാലിക്കാൻ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറ്റാം, വാക്ക് പാലിക്കാൻ കഴിയാതെ വരാം. അങ്ങനെ വരാറുണ്ട്, എനിക്ക് വരാറുണ്ട്. എന്തായാലും മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു മുതലായവരൊക്കെ സത്യേട്ടനുമായി വഴിപിരിഞ്ഞു പോയിട്ടുള്ളത് ഇക്കാരണം കൊണ്ട് മാത്രമാണ്, വാക്ക് പാലിക്കാത്തതിൻ്റെ പേര് മാത്രമാണ്. 12 വർഷമോ മറ്റോ ആണ് നെടുമുടി വേണുവിനെ തൻ്റെ ഒരു സിനിമകളിലും സഹകരിപ്പിക്കാതെ സത്യേട്ടൻ മാറ്റി നിർത്തിയത്. ഒടുവിൽ ഏതൊരു ഫംഗ്ഷന് കണ്ടപ്പോൾ നെടുമുടി വേണുചേട്ടൻ തന്നെ അങ്ങോട്ട് ചെന്ന് സത്യേട്ടനോട് പറഞ്ഞു, സത്യ, ജീവപര്യന്തം എന്നാൽ 14 വർഷം മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ശിക്ഷ. എന്നോടുള്ള പിണക്കം മാറാറായില്ലേ സത്യ എന്ന് ചോദിച്ചു. അടുത്ത പടത്തിൽ സത്യേട്ടൻ വേണുചേട്ടൻ വച്ചു. ജഗതി പിന്നെ അങ്ങനെയല്ല, ആര് വന്നാലെന്ത് പോയാലെന്ത്, ഒരു പരിഭവവും പരാതിയും പറയാതെ സെറ്റിൽ നിന്ന് മുങ്ങിയും പൊങ്ങിയും അടൂർ മുതൽ അരവിന്ദൻ്റെ വരെ, അല്ലെങ്കിൽ അരവിന്ദ് ദാഷൻ്റെ വരെ, അരവിന്ദൻ എന്ന് പറഞ്ഞാൽ ജി അരവിന്ദൻ എന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒരു കോലപ്പൻ്റെ പടത്തിലായാലും ശരി, അടൂരിൻ്റെ പടത്തിലായാലും ശരി, ജഗതി കാണുന്നത് ഒരുപോലെയാണ്. അങ്ങനെ അദ്ദേഹം ജീവിക്കും. പിടിച്ചു നിൽക്കേണ്ട അനിയ എന്നല്ലാതെ ഒരു പരിഭവവും അദ്ദേഹം പറയാറില്ല. സത്യേട്ടനെ കണ്ടപ്പോഴും പറഞ്ഞു കാണില്ല, എന്താ സത്യം നീ എന്നെ ഒഴിവാക്കിയെന്ന് ചോദിച്ചിട്ടില്ല. കാരണം ജഗതിചേട്ടൻ സത്യേട്ടൻ്റെ സെറ്റിൽ നിന്ന് മുങ്ങിക്കാണും. സത്യേട്ടൻ്റെ ആദ്യ സിനിമയിൽ അതിഥി വേഷം ചെയ്ത ആളാണ് മോഹൻലാൽ. കുറുക്കൻ്റെ കല്യാണത്തിൽ, അതാണല്ലോ സത്യേട്ടൻ്റെ ആദ്യത്തെ പടം. ചമയം എന്നാണ് ആദ്യ പടം വരാനിരുന്നത്, കമൽഹാസൻ വെച്ച്, അത് നടന്നില്ല. കുറുക്കൻ്റെ കല്യാണത്തിൽ സുകുമാരനാണ് നായകൻ. അന്ന് സുകുമാരൻ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന കാലമാണ്. ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്നാണ് ഈ കുറുക്കൻ്റെ കല്യാണത്തിലെ സുകുമാരേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. മറ്റേതൊരു സൂപ്പർ സ്റ്റാർ ആയാലും ചെയ്യാനിടയില്ലാത്ത വേഷമായിരുന്നു ഈ പറഞ്ഞ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. സുകുമാരേട്ടൻ നന്നായിട്ട് സ്കോർ ചെയ്ത വേഷമായിരുന്നു. ഹാസ്യം എനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച പടമായിരുന്നു. ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രന് കാമുകിയെ പ്രേമിക്കാനുള്ള ധൈര്യം കൊടുക്കുന്ന ഒരു അതിഥി വേഷം, 2 സീനേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന കന്നി സംവിധാനമാണല്ലോ സത്യൻ അന്തിക്കാട്. മോഹൻലാലിനെ ആ വേഷത്തിൽ വച്ചാലോ എന്നുള്ള ചർച്ച വന്നു. മോഹൻലാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ 2 സീനിലേക്ക് അതിഥി വേഷമായിട്ടൊക്കെ വിളിച്ചാൽ അയാൾ വരുമോ? കാരണം മഞ്ഞളുരിഞ്ഞ പൂക്കൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്നു. പ്രധാന സീന് പിന്നെ ഒരിക്കൽ എടുക്കാമെന്ന് തീരുമാനിച്ച് ഒരു സീന് സത്യ സ്റ്റുഡിയോയിലെ ഇട്ടിരിക്കുന്ന സെറ്റിൽ തീർത്ത് മോഹൻലാലിനെ പറഞ്ഞു വിട്ടു. അടുത്ത സീൻ, വലിയ സീനുണ്ട്, അത് വേറൊരു ദിവസം എടുക്കാം, ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു പോയി. പക്ഷേ സിനിമ ബ്രേക്ക് ചെയ്ത ശേഷം വീണ്ടും തുടങ്ങിയപ്പോൾ തിരക്കഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ മോഹൻലാൽ സുകുമാരനുമായിട്ട് അഭിനയിക്കേണ്ട പ്രധാന സീന് ആ പടത്തിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി. ഒരു ചെറു സീനിലാണ്
കുറുക്കൻ്റെ കല്യാണത്തിൽ ആകെപ്പാടെ മോഹൻലാലുള്ളത്. വേറെ ആരാണെങ്കിലും ആ കാര്യം വെച്ച് വേണമെങ്കിൽ പിണങ്ങാം, ഇയാൾ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് തിരുത്തിയപ്പോൾ ആ സീൻ വേണ്ട, അത് ഇതിന് യോജിക്കില്ല, അതുകൊണ്ട് മാറ്റിയതാണ്. ആദ്യ സിനിമ കഴിഞ്ഞിട്ട് എത്ര സിനിമകളിൽ സത്യനന്ദിക്കാടുമായി മോഹൻലാൽ സഹകരിച്ചു എന്ന് ആലോചിച്ചാൽ മിക്കവാറും എല്ലാം ശ്രീനിവാസനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. എല്ലാം സൂപ്പർ ഹിറ്റായ സിനിമകളായിരുന്നു, ഇല്ലേ? കാലാതിവർത്തിയായ, ഇപ്പോഴും നമുക്ക് ചിരി വരുന്ന സിനിമകളാണ്. ഇപ്പോൾ അവസാനമായി സത്യേട്ടൻ ചെയ്ത ഹൃദയപൂർവ്വത്തിലും മോഹൻലാലാണുള്ള നായകൻ. അപ്പോൾ സത്യേട്ടൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയിലും ഇപ്പോൾ ഇത് സംവിധാനത്തിൽ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പടത്തിലും മോഹൻലാലാണ് നായകൻ. ചിത്രം ഇപ്പോൾ 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നു. എന്തായാലും സന്ദീപ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ വേഷം ചെയ്യാൻ ഞാനേ ഉള്ളൂ ഇന്ത്യയിലെന്ന് മോഹൻലാൽ തെളിയിച്ച സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കഴിഞ്ഞ ഏതെങ്കിലും എപ്പിസോഡിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഒരു പുറകിൽ നിന്ന് വിചാരിക്കാത്ത സമയത്ത് കിട്ടിയ ഒരു അടിയിൽ നിലത്ത് വീഴുമ്പോൾ നട്ടലിന് ക്ഷതമേൽക്കും. അവിടെ മുതൽ അയാൾ ട്രീറ്റ് ചെയ്ത് ഇറങ്ങിയ ശേഷം ഡോക്ടർ കുറേ സജഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയും അയാൾ പിന്നെ പടം തീരുന്നത് വരെ ഈ നട്ടലിന് പ്രോബ്ലം ഉള്ള ആളാണെന്ന് പറയാതെ പറയുന്ന തരത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. അതൊരു മോഹൻലാലിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യേട്ടൻ പറയുന്നത്, മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള പണി അഭിനയമാണെന്ന് നമുക്ക് തോന്നും എന്നാണ്. മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, കാരണം അയാൾ ബിഹേവ് ചെയ്യല്ലേ ചെയ്യാറ്. അത്ര അനായാസമായി ക്യാമറയുടെ മുന്നിൽ ലാൽ പെരുമാറും. പലപ്പോഴും ഇയാൾ അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം പോലും തോന്നിപ്പോകും എന്നാണ് സത്യേട്ടൻ പറയുന്നത്. ലാലിൻ്റെ നർമ്മബോധത്തെക്കുറിച്ചും സത്യേട്ടൻ ഓർക്കുന്നു. TP ബാലഗോപാലൻ നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സത്യേട്ടൻ ചെയ്ത ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമ പല കാരണങ്ങളാൽ റിലീസ് നീണ്ടു പോവുകയാണ്, പെട്ടിയിലിരിക്കുക. അപ്പോൾ പെട്ടിയിലിരുന്ന് പ്രായം കൂടി ഇനി ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നുള്ള സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മുമ്മ എന്ന് ടൈറ്റിൽ മാറ്റേണ്ടി വരുമോ എന്നായിരുന്നു ഒരു ദിവസം ലാൽ ചോദിച്ചത്. ഗായത്രി ദേവി എൻ്റെ അമ്മ ഇനിയിപ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മുമ്മ എന്നാക്കേണ്ടി വരുമോ എന്നാണ് ചോദിച്ചത്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഇനി നടൻ രാമുവിൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു കല്യാണത്തിന് സത്യേട്ടൻ പോയപ്പോൾ അവിടെ റവന്യൂ മന്ത്രി, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി രാജനും രാജനും സത്യനന്ദിക്കാടും മോഹൻലാലും ആ ചടങ്ങിനുണ്ടായിരുന്നു, വിവാഹ ചടങ്ങിന്. സത്യേട്ടൻ മോഹൻലാലിനെ രാജന് പരിചയപ്പെടുത്തി. ലാലെ, ഇത് രാജൻ എൻ്റെ നാട്ടുകാരനാണ്, അന്തിക്കാട്ടുകാരനാണ്, എനിക്ക് രാജ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള കേരളത്തിലെ മന്ത്രിയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ മറുപടി, അപ്പോൾ രാജാവാണ് മന്ത്രി. ഇതായിരുന്നു ലാലിൻ്റെ കമൻറ്റ്. മന്ത്രി രാജൻ പോലും പൊട്ടിച്ചിരിച്ചു പോയി എന്നാണ് സത്യേട്ടൻ പറയുന്നത്. ഒരു അവാർഡ് ദാന ചടങ്ങിനിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ കഥ എന്താണ് എന്ന് ലാൽ ചോദിച്ചു. ഈ ബഹളത്തിനിടയിൽ ഇരുന്ന് പറയണ്ട, പിന്നെ പറയാം. ഇല്ല സത്യേട്ടൻ പറ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പോണ പടത്തിൻ്റെ കഥ ചോദിച്ചു. ബഹളത്തിനിടയിൽ മോഹൻലാലിൻ്റെ കാതിൽ ചെവിയിൽ സത്യേട്ടൻ കഥ പറഞ്ഞു. കഥ കേട്ട് സത്യേട്ടന് കൈ കൊടുത്തിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ദിഖിനോട് ലാൽ പറഞ്ഞത്, നിങ്ങളുടെ നല്ല ഉഗ്ര റോളാണ് കേട്ടോ എന്നായിരുന്നു. അല്ലാതെ സത്യേട്ടനോട് ഈ കഥ ഭയങ്കരമാണ് അല്ലെങ്കിൽ എൻ്റെ വേഷം ഭയങ്കരമാണെന്നല്ല, സിദ്ദിഖിനോട് പറയാ, നിങ്ങളുടെ വേഷം, അസൽ വേഷം ഭയങ്കര വേഷമാണ് എന്നാ പറഞ്ഞത്. സ്റ്റേജിലെ അടിപൊളി ഗാനമേള കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വർത്തമാനമൊക്കെ. അപ്പോൾ വീണ്ടും ഗാനമേളയും ഡാൻസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സത്യേട്ടൻ്റെ തോളിൽ കൈയിട്ട് അടുത്തേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ? മോഹൻലാൽ ചോദിച്ചാൽ, മോഹൻലാലാണ് ആ പേരിട്ടത്. നമ്മളിപ്പോൾ കാണുന്ന ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ് കാണുന്ന ടൈറ്റിൽ, പോസ്റ്ററിലേക്ക് കാണുന്ന ടൈറ്റിൽ എഴുതിയതും മോഹൻലാലാണ്. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ സത്യേട്ടൻ പറയുന്ന മോഹൻലാലിനെ പറ്റി പറയുന്ന ഒരു 100 കഥ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ആ ഹൃദയപൂർവ്വത്തിൻ്റെ ആ എഴുതിയിരിക്കുന്നുണ്ട്, സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് എഴുതുന്ന സ്റ്റൈലിൽ തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത കഥ, നമ്മളെ ജഡ്ജിച്ച അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിച്ച സിനിമയായിരുന്നല്ലോ ഋഷഭ് ഷെട്ടിയുടെ കാന്താര. ഇങ്ങനൊരു സിനിമ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാന്താരയുടെ 2ാം ഭാഗം ചിത്രീകരിക്കുമ്പോൾ നനച്ചിരിക്കാതെ അപകടങ്ങൾ, ദുർമരണങ്ങളൊക്കെ ഉണ്ടായി. രാജേഷ് പൂജാരി എന്ന കന്നഡ സീരിയൽ രംഗത്തെ സൂപ്പർ താരം കാന്താര 2ൻ്റെ ചിത്രീകരണത്തിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു.
പിന്നാലെ മലയാളിയായ കലാഭവൻ നിബു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെ, ഹൃദ്രോഗം കൊണ്ട് തന്നെ ലൊക്കേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സൗവർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ കാന്താരയിൽ അഭിനയിച്ചു വന്ന എഫ് എം കബീർ ചുഴിയിൽപ്പെട്ട് മരിച്ചു. കാന്താരയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് പറ്റി. കാറ്റും മഴയും കാരണം ലക്ഷങ്ങൾ മുടക്കിയിട്ട സെറ്റ് തകർന്നു. അങ്ങനെ ഷൂട്ടിംഗ് മുടക്കി. ഋഷഭ് ഷെട്ടി അടക്കം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞതും അടുത്തിടെയായിരുന്നു. താരങ്ങളൊക്കെ രക്ഷപ്പെട്ടുവെങ്കിലും ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ അടക്കം വെള്ളത്തിൽ പോയി. കാന്താര 2 ചിത്രീകരണം വനത്തിനുള്ളിൽ നടക്കുമ്പോൾ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് നാട്ടുകാരുമായി സംഘർഷത്തിലും കേസിലുമൊക്കെ ആയി. മിസ്റ്ററിക്കൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ദുരൂഹതകൾ നിറഞ്ഞ ഉൾക്കാട് എന്നാണ് കാന്താരയുടെ അർത്ഥം. മിത്തും മണ്ണും മനുഷ്യനും ഒക്കെ കൂടി ചേരുന്ന മാന്ത്രികതയുടെ കഥയാണ് കാന്താര പറയുന്നത്. വിശ്വാസവും ആചാരവുമൊക്കെ ഇഴചേർന്ന് പോകുന്നൊരു കഥയാണ് കാന്താരയുടേത്. അതുകൊണ്ട് തന്നെ തുടരെയുള്ള ദുർനിമിത്തങ്ങളും വിശ്വാസവുമായി കൂട്ടിക്കെട്ടി ചർച്ചകൾ വരിക സ്വാഭാവികമാണ്. തെയ്യം കലാരൂപത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചിത്രീകരിച്ച സിനിമ 14 കോടിയിൽ തീർത്ത് 450 കോടി വാരിയ ചിത്രമായിരുന്നു കാന്താര 1. ആദ്യത്തെ കാന്താര 450 കോടി രൂപ കളക്ട് ചെയ്തു, 14 കോടി മുടക്കി. 2ാം ഭാഗത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം നമ്മുടെ പൃഥ്വിരാജിനാണ്. ഇപ്പോൾ കാന്താരയെ പറ്റി ഞാൻ ഓർമ്മിക്കാൻ കാരണം, കാന്താര കാണാൻ വരുന്നവർ മദ്യപിക്കരുത്, മാംസം കഴിക്കരുത് എന്നൊക്കെയുള്ള ഋഷഭ് ഷെട്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പടരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും വരുന്നുണ്ട്. കാന്താര കാണാൻ വരുന്നവർ ശുദ്ധ വെജിറ്റേറിയൻ ആഹാരമേ കഴിക്കാവൂ, മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്, മദ്യപിക്കരുത്, മുറുക്കരുത്, പുകവലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഋഷഭ് ഷെട്ടി പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയും കാന്താര വിതരണത്തിനെടുത്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ കസ്റ്റംസ് കാറിൻ്റെ കേസിൽ, ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന കാറിൻ്റെ കേസിൽ കുരുക്കിയത് എന്ന് വേണമെങ്കിലും ഇനി നാളെ പോസ്റ്റ് വരാം. അപ്പോൾ കാന്താര കാണാൻ നോണൊന്നും കഴിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞ വാർത്ത ഇനി ആരെങ്കിലും പറഞ്ഞാൽ ശുദ്ധ കളവാണ് എന്ന് ഇത് കാണുന്നവരെങ്കിലും ഓർക്കുക. 3ാമത്തെ കഥ വേറിട്ടൊരു സംഗീത ശാഖയുമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്ന സംഗീത സംവിധായകനാണല്ലോ ജെറി അമൽദേവ്. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ എന്നുള്ള മനോഹരമായ പാട്ടായിരുന്നല്ലോ. അതിൽ മഞ്ചാടിക്കുന്നിൽ മണിമുകിലുകൾ ദൂരെ വന്നു പീലി വീശി ആടുന്നു തെയ്യം തെയ്യം എന്നുള്ള പാട്ട്, മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താന്നിരുന്ന എന്ന് പറഞ്ഞ വേറൊരു പാട്ട്, എല്ലാം മഞ്ഞൾ പൂക്കളുടെ വിജയത്തിൽ ഒരുപാട് സഹായിച്ച പാട്ടുകളായിരുന്നു ജെറി അമൽദേവ് എന്ന് പറഞ്ഞ തുടക്കക്കാരൻ ചെയ്തത്. ബിച്ചു തിരുമലയുടെ വരികൾ, അതുപോലെ തന്നെ ബിച്ചു തിരുമലയും ജെറി അമൽദേവും കൂടി ചേർന്ന് നവോദയയ്ക്ക് വേണ്ടി തന്നെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി എന്നുള്ള ഹിറ്റായ പാട്ട്, കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ എന്നുള്ളൊരു താരാട്ടുപാട്ട്, മൗനങ്ങളെ ചാഞ്ചാടുവാൻ മോഹങ്ങളെ തൂ മഞ്ചൽ തരൂ എന്നുള്ള പാട്ട്, നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട്, എല്ലാം ഫാസിലിൻ്റെ പടമാണേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നുള്ള പാട്ട്, ഫാസിലിൻ്റെ തന്നെ എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറഞ്ഞ പടത്തിൽ കൈതപ്ര ആദ്യമായിട്ട് പാട്ട് എഴുതിയ സിനിമയിൽ പൂവട്ടക ചിന്നി ചിന്നി എന്നുള്ള പാട്ട്, ദേവദുന്ദുഭി സാന്ദ്രലയം എന്ന് ദാസേട്ടൻ പാടിയ മനോഹരമായ പാട്ട്. ചെയ്ത സിനിമകളിലൊക്കെ സ്വന്തമായ ഐഡൻറ്റിറ്റി തെളിയിക്കാനായ സംഗീത സംവിധായകനായിരുന്നു ജെറി മാഷ്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധായകനായ നൗഷാദിൻ്റെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു ജെറി അമൽദേവ് എന്നതുപോലും പലർക്കും അറിയാനിടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 45 വർഷമായി ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ ജന്മമെടുത്തിട്ട്. മാമാട്ടിക്കുട്ടിയമ്മയുടെ സമയത്ത് ജെറി മാഷ് സംസാരിച്ചതിനെ വക്രീകരിച്ച് യേശുദാസിന് പെൺസ്വരമാണെന്ന് ജെറി പറഞ്ഞു എന്ന് ദാസേട്ടനോട് ആരോ വച്ച് കാച്ചി. അപ്പോൾ ഈ നുണ കേൾക്കുന്നവരോട് നമുക്ക് എന്തും പറയാമല്ലോ. ദാസേട്ടൻ നിങ്ങളുടെ ശബ്ദം പെണ്ണുങ്ങളെ പോലെയാണെന്ന് ആ ജെറി മാഷ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സംഭവം തീർന്നില്ലേ. ക്ഷിപ്രകോപിയായ ദാസേട്ടൻ അങ്ങനെ പറഞ്ഞോ ജെറി എന്നൊന്നും ചോദിക്കാതെ മേലിൽ ജെറിക്കായി പാടണ്ട എന്നങ്ങ് തീരുമാനിച്ചു.
അക്കാലത്ത് ഇപ്പോഴാണെങ്കിൽ ഒരു പുല്ല് സംഭവിക്കില്ല, പക്ഷെ അക്കാലത്ത് ദാസേട്ടൻ പാടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സംഗീത സംവിധായകൻ അവിടെ തീരും. ഒരു പാട്ടെഴുത്തുകാരൻ്റെ ഇയാൾ എഴുതുന്ന പാട്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പാട്ടെഴുത്തുകാരൻ അതോടെ തീരും. അത്രയും പിടിപാട് അല്ലെങ്കിൽ അത്രയും പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ ദാസേട്ടൻ. ഹിന്ദു പത്രത്തിനായി PT ശശികുമാർ, നമ്മളെ P ഭാസ്കരൻ മാഷിൻ്റെ മരുമകൻ PT ശശികുമാർ ജെറി അമൽദേവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. പഴയകാല ഗാനങ്ങൾക്ക് വീരരസം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ സിനിമയൊക്കെ മാറി, വിഷയങ്ങൾ ലൈറ്ററായി, പാട്ടുകളും മാറി. ഇപ്പോഴത്തെ പാട്ടുകൾക്കല്പം സ്ത്രൈണത്വം വന്നിട്ടില്ലേ എന്ന് PT ശശികുമാർ ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പോഴത്തെ പാട്ടുകാരും അത്ര പുരുഷത്വമുള്ളവരല്ലല്ലോ. ത്യാഗരാജ ഭാഗവതരും ചിന്നപ്പ ഭാഗവതരുടെയും സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെയൊക്കെ കാലം മാറിപ്പോയില്ലേ. റൊമാൻറ്റിക് സിംഗിങ്ങിൽ സ്ത്രൈണത്വം ഉണ്ട് ഇപ്പോൾ എന്നായിരുന്നു ജെറി അമൽദേവിൻ്റെ നിർദോഷമായ മറുപടി. ഇതാരോ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിലായിരുന്നു, ഹിന്ദുവിന് വേണ്ടിയാണല്ലോ, ഇതാരോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജെറി പറഞ്ഞിരിക്കുന്നത് ദാസേട്ടൻ്റെ സ്വരത്തിന് സ്ത്രൈണതയുണ്ട് എന്നാണ്. പോരെ, യേശുദാസ് അത് വിശ്വസിച്ചു. അടുത്ത പടത്തിൽ പാടാൻ വിളിച്ചപ്പോൾ എൻ്റെ സ്വരം പെണ്ണുങ്ങളുടേതല്ലേ, ഞാനില്ല പാടാനെന്ന് പറഞ്ഞു ഫോൺ കട്ടി കളഞ്ഞു ദാസേട്ടൻ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, താങ്കൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് വിശ്വാസമെങ്കിൽ 1,000,000 ടൈം ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ജെറി പറഞ്ഞിട്ട് പോലും ദാസേട്ടൻ വഴങ്ങിയില്ല. അടുത്ത് ചെയ്യുന്ന പടം നവോദയ അപ്പച്ചൻ്റെ പടമാണ്, മാമട്ടിക്കുട്ടിയമ്മ. അപ്പോൾ മാമട്ടിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടി പാടാനായിട്ട് അപ്പച്ചൻ നേരിട്ട് വിളിച്ചു യേശുദാസിനെ. ഞാൻ ജെറിക്കായി പാടില്ല എന്ന് മറുപടി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ മറുപടി, അപ്പച്ചൻ വളരെ ശാന്തനാണല്ലോ, കുഞ്ചാക്കയെ പോലെ അല്ല. ഞാൻ പള്ളിയിൽ പോയി പുതിയ പടത്തെപ്പറ്റിയും പാട്ടിനെ പറ്റിയും പാടുന്നവരെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ദാസ് പാടണം എന്നായി അപ്പച്ചൻ. ഞാൻ അടുത്ത ആഴ്ച വിളിക്കും എന്ന് പറഞ്ഞ് അപ്പച്ചൻ സാറ് ഫോൺ വെച്ചു. അടുത്ത ആഴ്ച വിളിച്ചു. ഞാൻ പാടാം, പക്ഷേ റെക്കോർഡിങ് തിരുവനന്തപുരത്തെ തരങ്കണി സ്റ്റുഡിയോയിലായിരിക്കണം. യേശുദാസിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണല്ലോ. പിന്നെയും എന്തൊക്കെയോ കണ്ടീഷനുകൾ പറഞ്ഞു. ജെറി അമൽദേവല്ലേ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം സമ്മതിച്ചു. യേശുദാസ് ഒന്ന് പാടി, ജെറിയുമായിട്ടുള്ള പിണക്കവും മാറി. ഇപ്പോൾ പറയാൻ വന്നത് യേശുദാസും ജെറി അമൽദേവുമായിട്ടുള്ള പിണക്കത്തെക്കുറിച്ചല്ല. ഇപ്പോൾ ജെറി അമൽദേവിന് 86 വയസ്സായി. 86. ജെറി മാഷിൻ്റെ ഒരു മനോഹരമായ പ്രകടനം ഇപ്പോൾ യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നിറഞ്ഞ് കളിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കായി ഒരു പഴയ സിനിമാ ഗാനം അദ്ദേഹം റീമിക്സ് ചെയ്തപ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. സത്യനന്ദിക്കാടിൻ്റെ അധ്യായം 1 മുതൽ എന്ന സിനിമയ്ക്കായി MD രാജേന്ദ്രൻ്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം നൽകി സുനന്ദ പാടിയ ഒരു ഗാനത്തെയാണ് അദ്ദേഹം കുട്ടികൾക്കായി റീമിക്സ് ചെയ്തിരിക്കുന്നത്. 1985 പുറത്തു വന്ന പാട്ട് 40 വർഷത്തിന് ശേഷം 86 വയസ്സുള്ള ജെറി മാഷ് റീമിക്സ് ചെയ്ത് എന്ന് മാത്രമല്ല, പാട്ടിലെ ഓരോ വരിയും മാഷ് കാണിക്കുന്ന പ്രകടനമാണ് രസകരമായിരിക്കുന്നത്. നിഷ്കളങ്കനായ ഒരു ബാലൻ്റെ പ്രകടനം പോലെയുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതിനാൽ ആഡിയോ കേൾപ്പിക്കാൻ ഒക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. സ്റ്റുഡിയോയിൽ അത് തപ്പിയിട്ട് കോപ്പിറൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കാണിക്കാം. ഞാനിപ്പോൾ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ വിഷ്വൽ, രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തുവിട്ട വിഷ്വൽ നമ്മളതിൽ ഉപയോഗിച്ചപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ സിനിമകളിലെ പ്രകടനങ്ങളെല്ലാം വെച്ചുകൊണ്ട് 6-7 മിനിറ്റുള്ള മൊണ്ടേജ് ഉണ്ട്. പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചില്ല, കോപ്പിറൈറ്റ് പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. രാഷ്ട്രപതി ഭവനല്ല, ഇനി ആര് പറഞ്ഞാലും കോപ്പിറൈറ്റ് തന്നെ. പക്ഷേ എന്ത് പറ്റുന്നിടാൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസംഗിക്കുന്നതിനിടയിൽ ഭരതത്തിലെ ഏതോ പാട്ടിൻ്റെ ട്യൂണ് 6 സെക്കൻഡ് കേട്ടതിന് എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ നിയമം. അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ, ജെറി മാഷിൻ്റെ പ്രകടനം കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. എല്ലാ അർത്ഥത്തിലും ഒരു ടോട്ടൽ മ്യൂസീഷ്യനാണ് ജെറി അമൽദേവ്. നമുക്ക് ട്യൂൺ മേക്കേഴ്സ് ധാരാളമുണ്ട്, പക്ഷെ സംഗീത സംവിധാനത്തിൻ്റെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ച സംഗീത സംവിധായകർ വളരെ കുറവാണ്. എനിക്കൊന്ന് ജെറി മാഷെ പോലെ പാട്ടുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. അദ്ദേഹം കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ സൂക്ഷ്മ ഭാവങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട്. ഇപ്പോൾ അധ്യായം 1 മുതൽ എന്ന സിനിമയിൽ MD രാജേന്ദ്രൻ എഴുതിയ ഒരു പാട്ട്,
സുനന്ദ പാടിയ പാട്ട് ഇപ്പോൾ അത് വൈറലാണ്. അദ്ദേഹം അത് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണുമ്പോൾ അദ്ദേഹത്തിലെ ഒരു കുട്ടിയെ അതൊരു കുട്ടിപ്പാട്ടാണ്, കുട്ടികൾ പാടുന്ന ഒരു പാട്ടാണ്. ശരിക്കും ആ പാട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കുട്ടിയായിട്ട് മാറുന്ന ഒരു മാജിക് നമുക്ക് കാണാം. ശരിക്കും പാട്ടും അതിൻ്റെ ഈണവും അതിൻ്റെ ഓർക്കസ്ട്രേഷനും ജെറിമാഷും ഹൃദയം കൊണ്ട് ഒന്നായി മാറുന്ന ഒരു മാജിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അടുത്ത കഥ, ഇന്ത്യയിൽ ശമ്പളം വാങ്ങുന്നവരുടെ കണക്ക് വെച്ച് താരം എന്ന് പറയുകയാണെങ്കിൽ അത് ഷാരൂഖ് ഖാൻ ആകണം. ഹിന്ദിയിൽ ആയതിനാൽ വലിയ താരവുമാണ് അദ്ദേഹം. 2023 മികച്ച ഇന്ത്യൻ നടൻ്റെ അവാർഡ് 2023 അവാർഡ് ഷാരൂഖ് ഖാൻ ആയിരുന്നു. നടി റാണി മുഖർജി ആയിരുന്നു മികച്ച നടി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങാൻ വന്ന മോഹൻലാലിനോട് ഈ രണ്ട് അഭിനേതാക്കൾ കാണിച്ച ബഹുമാനവും സ്നേഹവും കാണേണ്ടതായിരുന്നു. ഒരിക്കലും അത് കൃത്രിമ പ്രകടനമായിരുന്നില്ല. നമ്മളിവിടെയാണ് മോഹൻലാലിന് വിലയില്ലാത്തതെന്നേ. ഇവിടെ ഓരോരുത്തന്മാർ എന്തൊക്കെ കമൻറ്റുകളാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വിടണേ. മമ്മൂക്കയെക്കുറിച്ചും അങ്ങനെ തന്നെ. ഇത് ഷാരൂഖ് ഖാനൊക്കെ മോഹൻലാലിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയോടൊക്കെ പെരുമാറുന്നൊരു ബഹുമാനം കാണണമായിരുന്നു. വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പുരസ്കാരങ്ങൾ വാങ്ങാൻ മോഹൻലാലും ഷാരൂഖ് ഖാനും നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകകരമായ കഥ എൻ്റെ മനസ്സിൽ ഓടി വന്നു. മോഹൻലാൽ മലയാളിയുടെ മുണ്ടും ജുബായും ധരിച്ച് സാധാരണക്കാരനായാണ് അവാർഡ് വാങ്ങി ചെന്നത്. ഷാരൂഖ് ഖാൻ ഒരു താരരാജാവിൻ്റെ പ്രൗഢി തന്നെ ചെന്നു. സൂട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വിജയരാഘവനും സാധാരണ വേഷധാരിയായി മുണ്ടും ഷർട്ടുമിട്ടാണ് രണ്ടാമത്തെ നടൻ്റെ അവാർഡ് വാങ്ങിച്ചത്. ഇവിടെയാണ് എനിക്കൊരു പഴയകാല അനുഭവ കഥ ഓർമ്മ വന്നത്. എക്കാലത്തെയും ഹിറ്റായ ദളപതിയിൽ അഭിനയിക്കാൻ മണിരത്നം മമ്മൂട്ടിയെ ക്ഷണിച്ചു. രജനീകാന്താണ് ദളപതി എന്ന് ഞാൻ പറയണ്ടല്ലോ, കഥ കേട്ടു കൊള്ളാം. തൻ്റെ അനുചരനായാണ് ദളപതി വരുന്നത്. രജനീകാന്തിനെ പോലെ ദക്ഷിണേന്ത്യൻ സൂപ്പർ താരത്തിനൊപ്പം അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മളും മോശക്കാരനാകാൻ പാടില്ലല്ലോ എന്ന് മമ്മൂക്ക കരുതി. വില കൂടിയ കാറും മേക്കപ്പ് മാനും മേക്കപ്പ് അസിസ്റ്റൻറ്റും കോസ്റ്റ്യൂമറുടെ അസിസ്റ്റൻറ്റും ഡ്രൈവറും എർത്തുകളും ഒക്കെയായി ഒരു പടയോടെ സ്റ്റുഡിയോയിൽ ചെന്നിറങ്ങി. അല്പം താമസിച്ച് തന്നെ ചെന്നു. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10:30. അതങ്ങനെ ഒരു ശീലമാണ്. രാവിലെ നമുക്ക് 7 മണിക്കാണ് ഫസ്റ്റ് ഷോട്ട്. ഓക്കെ എന്ന് പറയും, 7:30 വരും. ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ദളപതിയുടെ സെറ്റിൽ ചെന്നിറങ്ങി. അവിടെ എങ്ങും ഒരു സൂപ്പർ സ്റ്റാർ വന്ന ലക്ഷണമില്ല. മണിരത്നത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചു, രജനി സാർ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിച്ചു. എപ്പോഴേ വന്നു, താങ്കളെ കാത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. എവിടെ എന്ന് ചോദിച്ചു. ദോ അവിടെ എന്ന് പറഞ്ഞ് മണിരത്നം കാണിച്ചു കൊടുത്തു കിടക്കുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് മമ്മൂക്ക ഞെട്ടിപ്പോയി. തൻ്റെ സ്വന്തം ഫിയറ്റ് കാറിൽ, അന്ന് ഫിയറ്റ് കാറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, ഫിയറ്റ് കാറിൻ്റെ ബോണറ്റിൽ കിടന്നുറങ്ങുകയാണ് സ്റ്റൈൽ മന്നനായ സൂപ്പർ സ്റ്റാർ. ഈ കഥ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതല്ല, മമ്മൂക്ക തന്നെ പല വേദികളിലും പറഞ്ഞതാണ്. മമ്മൂക്കയുടെ വാൽറ്റു ഊരി കളഞ്ഞു. കാരണം അങ്ങനെ വിചാരിച്ചത് രജനീകാന്ത് വരുന്നത് ഭയങ്കര പ്രകടനത്തോടെ ആയിരിക്കും വിചാരിച്ച് അവിടെ കാറിൻ്റെ ബോണറ്റിൽ കിടന്ന് ഉറങ്ങുന്നത്. ഇനി പറയുന്ന കഥ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഡോക്ടറെ കഥ പറഞ്ഞു, ഡോക്ടർ ഇക്ബാലിനെ കുറിച്ച്. അദ്ദേഹം ലോക എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഭയങ്കര തല്ലിപ്പൊളി പടമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർമാരെല്ലാം ഇറങ്ങിയിരിക്കുകയാണ് സിനിമയെ റിവ്യൂ ചെയ്യാൻ. ഇത്തവണ ഡോക്ടർ ഹാരിസാണ്.
മലയാളി മറക്കാറായിട്ടില്ല ഡോക്ടർ ഹാരിസിനെ എന്നാണ് എൻ്റെ വിശ്വാസം. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല എന്ന് പരസ്യപ്പെടുത്തി വിവാദത്തിൽപ്പെടുകയും മലയാളിയുടെ പിന്തുണ നേടുകയും ചെയ്തു ഹാരിസ്. അതിൻ്റെ കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഡോക്ടർ ഹാരിസ് സിനിമയിലോട്ടങ്ങ് ഇറങ്ങി. അത് അങ്ങനെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് സിനിമയിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനല്ല, വിമർശനവുമായിട്ട് അലക്ഷ്യമായിട്ടാണ് ഹൃദയപൂർവ്വത്തിൽ വിഷയം കൈകാര്യം ചെയ്തത് എന്നാണ് ഡോക്ടർ ഹാരിസിൻ്റെ വിമർശനം. എൻ്റെ പൊന്നു ഡോക്ടറെ, ജീവിതവുമായി ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കണം, വിശ്വസിപ്പിക്കണം എന്നതിനപ്പുറം സിനിമയ്ക്ക് ജീവിതവുമായി ഒരു ബന്ധവും പാടില്ല ഡോക്ടറെ. അതാദ്യം പ്രാഥമികമായി നിങ്ങൾ പഠിക്കൂ. കാരണം ജീവിതവുമായിട്ട് ഈ കലയ്ക്ക് യാതൊരു ബന്ധവും പാടില്ല. പക്ഷേ ജീവിതമാണ് എന്ന് നമ്മൾ തോന്നിപ്പിക്കണം. മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയാൽ മൂത്രം ഒഴിച്ചിട്ട് അയാൾ പുറത്തിറങ്ങുന്നത് മൂത്രം ഒഴിച്ചിട്ടാണ് എന്ന് തോന്നിപ്പിച്ചാൽ മാത്രം മതി. പ്രേക്ഷകൻ അങ്ങനെ തോന്നണം, അയാളകത്ത് കയറി മൂത്രം ഒഴിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. പകരം ടോയ്ലറ്റിൽ കയറി വാതിലിൻ്റെ കുറ്റിയിട്ട് പാൻറ്റിൻ്റെ സിബൂരി മൂത്രമൊഴിച്ച് ഫ്ലഷ് ചെയ്ത് കൈകൾ വാഷ് ബേസിനിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകി ടിഷ്യൂ പേപ്പർ എടുത്ത് കൈകൾ തുടച്ച് ആ പേപ്പർ വേസ്റ്റ് ബോക്സിലിട്ട് വീണ്ടും സിബൊക്കെ ഇട്ട് ഡ്രസ്സ് നേരെയാക്കി ലോക്കെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്ര ലൈവാകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ആദ്യം പഠിക്കാനുള്ളത്. ടോയ്ലറ്റിനകത്തേക്ക് കയറി വാതിലടഞ്ഞു, അടുത്ത് വാതിൽ തുറന്നു വരുമ്പോൾ ഇയാൾ മൂത്രം ഒഴിച്ചിട്ട് വരുന്ന ഒരു ആശ്വാസം മുഖത്ത് ഉണ്ടായിരുന്നാൽ മതി. പക്ഷേ ഹാരിസ് അത് സമ്മതിക്കില്ല. ഇപ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയിൽ സത്യമാഷ അഭിനയിച്ച പളനി ഷീലാമ്മയുടെ കറുത്തമ്മയെ കെട്ടിയിട്ട് അതെങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ചെമ്മീനൊന്ന് കണ്ടു നോക്കൂ ഡോക്ടർ ഹാരിസ്. വിവാഹം ഭംഗിയായി നടന്നത് കാണിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിച്ച് സദ്യ കഴിച്ചിറങ്ങിയ എച്ചിലിലകളിൽ കാക്കകളും നായകളും നക്കിപ്പറക്കുന്ന ഒരൊറ്റ ഷോട്ടിലാണ് ആ പടത്തിൽ കറുത്തമ്മയും പഴനിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഡോക്ടർ ഹാരിസിന് അത് പോരാ. അതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ സിനിമയിലെ കോടതി സീനുകൾ കാണുന്ന പല വക്കീലന്മാരും എന്നോട് ചോദിക്കാറുണ്ട്, വക്കീലായ മമ്മൂട്ടിക്ക് പോലും കോടതിക്കകത്ത് നടക്കാത്ത കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, മമ്മൂട്ടിക്ക് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. വാദിയുടെയോ പ്രതിയുടെയോ മുന്നിൽ നിന്ന് നെടുങ്കൽ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നാൽ പ്രേക്ഷകർ കൂകും, അല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ഈ വക്കീലന്മാർക്കും മനസ്സിലാവില്ല. ഒരു 150 മിനിറ്റിനുള്ളിൽ മുഴുവൻ പറഞ്ഞു തീർക്കേണ്ട ഒരു സിനിമയിൽ തോന്നിപ്പിക്കൽ മാത്രമേ നടക്കൂ ഹാരിസ് ഡോക്ടറെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൃദയം മാറ്റിവെക്കൽ പോലുള്ള അവയവദാനത്തെ വളരെ അലക്ഷ്യമായിട്ടാണ് സത്യനന്ദിക്കാട് സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും ഒരു കാര്യവും നന്നായി പഠിക്കാതെയാണ് മലയാള സിനിമ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നും സയൻസിനെ പോലും വളച്ചും ഒടിച്ചും വക്രീകരിച്ച് കാണിക്കുന്നുവെന്നും ജനങ്ങളുടെ ശാസ്ത്ര അവബോധത്തെയും സിനിമയുടെ ക്രെഡിബിലിറ്റിയെയും നഷ്ടപ്പെടുത്തുന്നുവെന്നും ഹാരിസ് ഡോക്ടർ പറഞ്ഞു തള്ളുകയാണിപ്പോൾ. ജോസഫ് എന്ന സിനിമയിൽ മസ്തിഷ്ക മരണം അവയവദാനത്തിന് തന്നെ ഏൽപ്പിച്ച പ്രഹരം മാരകമായിരുന്നുവെന്നും ഹാരിസ് ഡോക്ടർ പറയുന്നു. അതിൽ മസ്തിഷ്ക മരണം സംഭവിച്ചത് കാണിച്ചത് അദ്ദേഹത്തിന് ഡോക്ടറെ തലയിൽ അടിച്ച പോലെ തോന്നി, അത്രയും മാരകമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പൊന്നു ഡോക്ടറെ, സിനിമ എടുക്കുന്നവനും സിനിമ കാണുന്നവനും അറിയാം ഇത് സിനിമയാണെന്ന്. താങ്കൾ ഡോക്ടർ കുപ്പായം ഊരി വച്ചിട്ട് സിനിമ കാണാൻ പോകാത്തതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. ഹൃദയം മാറ്റിവെച്ച വ്യക്തി എടുക്കേണ്ട കരുതലുകൾ ഒന്നും ചിത്രം കാണിക്കുന്നില്ല എന്നുമൊക്കെ ഹാരിസ് ഡോക്ടർ പറയുന്നു. മാറ്റിവെച്ച അവയവം തിരസ്കരിക്കാൻ ശരീരം നിരന്തരം ശ്രമിക്കുമത്രേ. ഇത് സിനിമയാണെന്ന് ഹാരിസിന് അറിയില്ല എന്ന് തോന്നുന്നു. മോഹൻലാൽ ഹാർട്ട് മാറ്റിവെച്ച സന്ദീപ് മേനോനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ മാറ്റിവെച്ച ഹൃദയം ശരീരവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതൊന്നും കാണിച്ചില്ല മോഹൻലാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കെന്തായാലും ഡോക്ടറോട് പറയാനുള്ളത്, ഇത് ഫിക്ഷനാണ്, ഡോക്യുമെൻ്ററി അല്ല എന്നുള്ള ബോധമെങ്കിലും ഡോക്ടർക്ക് ഉണ്ടാവണം എന്നാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കഥയേ ഉള്ളൂ, നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം. നമ്മുടെ പാട്ടുകാരിൽ ഒരു തരത്തിലും വിവാദം ഉണ്ടാക്കാത്ത ഗായകനാണ് ജി വേണുഗോപാൽ. പാട്ടുകാരൻ ജി വേണുഗോപാൽ ഒരു തരത്തിലും സിനിമാക്കാരനാകാൻ പറ്റിയ സ്വഭാവക്കാരനല്ല. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സ്വന്തം കാര്യം സിന്ദാബാദായി ജീവിക്കുന്ന ഒരാളാണ് വേണുഗോപാൽ. ആർക്കെങ്കിലും പാര വയ്ക്കാനോ കുതികാൽ വെട്ടാനോ
വെട്ടി നിരത്താനോ പരസ്യമായി ഒരാളെ ഒതുക്കാനായിട്ട് കള്ളം പറയാനോ താൻ പോരുമ ഞാൻ എന്നുള്ള അഹംഭാവം ഉള്ളവനോ ഒന്നുമല്ല വേണു. നന്ദികേട് കാട്ടുമോ വേണു എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ കാട്ടും എന്നേ ഞാൻ ഉത്തരം പറയൂ. ഞാൻ ആദ്യമായി സംവിധാന സഹായിയായ ഊഴത്തിലെ ONV കുറുപ്പ് സാർ എഴുതി അർജുന മാഷ് സംഗീതം നൽകിയ കാണാനഴകുള്ള മാണിക്യ കുയിലേ എന്നുള്ള പാട്ട് ലൈവായി പാടി ചിത്രീകരിച്ചു തിരുവനന്തപുരത്ത് തരങ്കണിയിൽ ഒരു വൈകുന്നേരം. ഒരു 6-7 മണിക്കാണ് അതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. എനിക്കിപ്പോഴും 10-35 വർഷം മുമ്പുള്ള ആ സിനിമയെക്കുറിച്ച്, ആ റെക്കോർഡിങ്ങിനെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. ആ കാലം മുതൽ കാണാനഴകുള്ള മാണിക്യ കുയിലേ എന്നുള്ള പാട്ട് പാടാൻ വന്ന അന്നു മുതൽ എൻ്റെ സുഹൃത്താണ് വേണു. എവിടെ വെച്ച് കാണുമ്പോഴും ദിനേശേ, സ്വതന്ത്രനായി ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു പാട്ട് എനിക്ക് തരണമെന്ന് ചിരിച്ചോണ്ട് പറയുമായിരുന്നു വേണു. ഞാൻ ആ വാക്ക് പാലിച്ചു. പാട്ട് എഡിറ്റ് ചെയ്ത് പൂർണ്ണമായപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന് വേണു ആ പാട്ട് കാണുകയും നന്നായിട്ട് ദിനേശെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കൈ തന്നിട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ സ്നേഹം ഒരിക്കലും തിരികെ കിട്ടാറില്ല വേണുവിൻ്റെ നിന്ന്. കാണുമ്പോൾ കുശലം പറയും പിരിയും. അയാൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പരിപാടിക്കും തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ആളായിട്ട് പോലും എന്നെ ഓർത്തിട്ടേ ഇല്ല, ഒരിക്കലും ഒന്നിനും വിളിച്ചിട്ടില്ല. പക്ഷേ വേണുഗോപാൽ എന്ന് പറയുന്ന ഗായകൻ അപഖ്യാതി പറയുന്നവനോ അഹംഭാവം കൊണ്ട് നടക്കുന്നവനോ ഞാൻ എന്നുള്ള ചിന്തയുള്ളവനോ അല്ല. അതിന് ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. വേണുഗോപാലിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദത്തിന് നമ്മുടെ മലയാള സിനിമയിലെ മുതിർന്ന ഒരു ഗുരു കാരണവർ തന്നെ തിരികൊളുത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ പ്രായത്തിൽ രാവിലെ അഴിച്ച് വാട്സാപ്പ് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണെന്നാണ് ഏതൊക്കെ സിനിമാക്കാർ ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, അതിൽ നമുക്ക് തെറിവിളിക്കാൻ പറ്റി ആരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുന്ന പ്രകൃതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കണക്കിന് നല്ലതാണ്, കാരണം വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ലതാണത്. മധു സാറിൻ്റെ ജന്മദിനത്തിന് വേണു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കണ്ണമൂലയിൽ ഒരു ചെറിയ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുന്നു, സിനിമയ്ക്കായി സ്വന്തം സമ്പാദ്യമെല്ലാം ചെലവിട്ടു എന്നൊക്കെ നിർദോഷമായി. എന്നാൽ ഇത് വിവാദമാക്കാൻ പറ്റിയവർ നോക്കിയിരിപ്പുണ്ട് എന്ന ചിന്തയില്ലാതെ വേണുഗോപാൽ പോസ്റ്റ് ചെയ്തു. അതിൽ കയറിയാണ് ഗുരു കാരണവർ ഒരു പിടിപിടിച്ചത്. എനിക്ക് തോന്നുന്നു മുമ്പ് എന്തോ ഇട്ട ഒരു പോസ്റ്റിൽ വേണു എന്തോ സത്യം എഴുതിയത് അതിൽ എതിർക്കാനാവാത്തത് കൊണ്ട് മധു സാറിൻ്റെ പറ്റിൽ ഒരു കളി കളിക്കാമെന്ന് തോന്നിക്കാണും ഈ പറയുന്ന കാരണവർക്ക്. സത്യം പറഞ്ഞാൽ മധു സാറ് ചെറിയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനെന്തായാലും മധു സാറിനെ നിരവധി തവണ കാണാൻ ചെന്നപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ അടുക്കളയിലും കക്കൂസിലൊന്നും കയറി നോക്കിയിട്ടില്ല. ആദ്യത്തെ 2 മുറികളിൽ ചെന്ന് കയറിയ ഉടൻ വലതുവശത്തുള്ളൊരു മുറിയും വലിയ ഹാളിലും ഇവിടെ 2 ഇരുന്നാണ് മധു സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. 92-ാം വയസ്സിലും അദ്ദേഹം ഭാര്യ നേരത്തെ മരിച്ചു പോയതിനാൽ ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. അതിൽ തർക്കിക്കാൻ പറ്റില്ല എന്നേ. ഇതെന്തിനിങ്ങനെ കള്ളം അല്ലെങ്കിൽ എന്തിനാണ് ഈ വേണുവിനെ കുറ്റം ചാർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പരിചാരകരായി പണ്ട് കൂടെ തങ്കം തിരുവട്ടാറെന്ന് പറഞ്ഞ പാട്ട് എഴുതുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ എർത്തായിട്ട്. ഇപ്പോൾ പരിചാരകരായി 2 പേരുണ്ട്. പിന്നെ സാറിൻ്റെ വീടിൻ്റെ മതിലിൻ്റെ തൊട്ട് താഴെയാണ് ഒരു കോമ്പൗണ്ടിൽ മതിൽ തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വലിയൊരു വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഏക മകളും ഭർത്താവും മകനും കുടുംബവും ഒക്കെ താമസിക്കുന്നത്. പക്ഷേ എന്നാലും വേണു പറഞ്ഞ കണക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് മധു സാറിൻ്റെ വാസം. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനവുമാണ്. വെളുപ്പിന് 3 മണി വരെ സിനിമ കാണുക, നേരം വൈകി ഉച്ചയ്ക്ക് എണീക്കുക, അതൊക്കെ മറ്റാരെയും ശല്യമാക്കണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പ്രായത്തിലും ഈ 2 പരിചാരകന്മാരുമായിട്ട് സഹായികളുമായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ആഹാരം കഴിക്കാൻ പോലും അദ്ദേഹം താഴത്തെ മകളുടെ വീട്ടിലേക്ക് പോകാറില്ല, ഇനി കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും സന്ദർശക ബാഹുല്യമുള്ളതുകൊണ്ടായിരിക്കാം സാറ് താഴെ പോയി കഴിക്കാറില്ല. സാറിന് വിശപ്പ് തോന്നുമ്പോൾ എടുത്ത് കഴിക്കും, ഇവിടെ കൊണ്ട് വച്ചേക്കും മേശപ്പുറത്ത്. സ്വന്തമായൊരു കാറ് പോലും മധു സാറിനില്ല. ഇനി ഇത് പറഞ്ഞാൽ ക്ഷിപ്രകോപിയായ ഗുരു കാരണവർ വെറുതെ ആ കാറില്ല എന്ന് ദിനേശ് പറഞ്ഞു എന്നൊന്നും പറയരുത്. സാറിനിപ്പോൾ സ്വന്തമായി കാർ പോലും ഇല്ല. അത് ദാരിദ്ര്യവാസിയായതുകൊണ്ടല്ല. അത് പറഞ്ഞാൽ മധു സാറ് ദാരിദ്ര്യവാസിയാണെന്ന് ദിനേശ് പറഞ്ഞു എന്ന് പറഞ്ഞോളേ. ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. എന്നെ ഒരിടത്തേക്ക് ദിനേശിന് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് സുഖമായി കയറാൻ പറ്റുന്ന ഒരു കാറുമായി വരണം, എന്നാലേ ഞാൻ വരുമെന്ന് എന്നോട് ചിരിച്ചോട്ട് പറഞ്ഞ ആളാണ് മധു സാർ. അപ്പോൾ ഞാൻ നോക്കിയാൽ കാർ ഷെഡില്ലേ ഒരു ടയർ ഇരിക്കുന്നു കാറിൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു, ആ ടയർ എന്തിനാ അവിടെ ചാരി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. നിർദോഷമായി സാറിൻ്റെ ഇതൊരു ഫലിതം കേൾക്കാൻ വേണ്ടിയാണ്. ആനയെ വിറ്റാലും തുറട്ടി ആ വീട്ടിൽ ചാരി വെച്ചിരിക്കും. തുറട്ടി എന്ന് പറഞ്ഞാൽ ആനയെ
കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആനപ്പാപ്പം കൊണ്ട് നടക്കുന്ന ഒരു വടിയുണ്ടല്ലോ, അതിനാണ് തുറട്ടി എന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയുന്നത്, മറ്റുള്ളിടത്ത് എനിക്കറിയില്ല. അപ്പോൾ ആനയെ വിറ്റാലും തുറട്ടി ചാരി വയ്ക്കും പോലെ എനിക്ക് കാർ ഉണ്ടായിരുന്നു എന്ന് വരുന്നവരെ ബോധ്യപ്പെടുത്താനാണ് ആ ടയറോടെ വച്ചേക്കണമെന്നാണ് മധുസാറിൻ്റെ പറഞ്ഞത്. ഞാൻ തലകുത്തി ചിരിച്ചുപോയി. 72 വയസ്സിലോ മറ്റോ മരിച്ചു പോകുമെന്ന് ഏതോ കണിയാൻ എഴുതി വെച്ചതിനാൽ ഞാൻ എൻ്റെ എല്ലാം ചെലവിട്ട് തീർത്തു, കയ്യിലുണ്ടായിരുന്ന എല്ലാം ചെലവിട്ട് തീർത്തു, ഞാനിപ്പോൾ ദരിദ്രനാണെന്ന് ചിരിച്ചോട്ട് പറയുന്നതും ഈ വലിയ മനുഷ്യനാണ്. മധുസാറാണ് പറയണേ. 72 വയസ്സ് ചത്തുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം ദർബാർ കളിച്ച് തീർത്തു, ഇപ്പം ഞാൻ ദരിദ്രവാസിയാണെന്ന് പറയുന്നത് സാറാണ്. അതൊരു വലിയ മനുഷ്യനെ, വലിയ മനസ്സുള്ളൊരു മനുഷ്യനെ അങ്ങനെ പറയാൻ കഴിയും. അതിനകത്ത് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കണ്ണമല്ലി റേഷൻ കടയിൽ നിന്ന് പോലും റേഷൻ അരി കിട്ടുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ അദ്ദേഹം പട്ടിണി കിടക്കുന്നു ഒന്നുമല്ല. വേണുഗോപാലും അത്രയെ കരുതി കാണൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണുവൊന്നും മധുസാറിൻ്റെ അടുത്ത് പോലും ചെല്ലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും അയാൾക്ക് മധുസാറിനെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണല്ലോ ജന്മദിനം ഓർത്ത് ഒരു കുറിപ്പിട്ടത്. മലയാള സിനിമയുടെ ഈ രാജ് കപൂറിന് എൻ്റെ ജന്മദിന ആശംസകൾ എന്നാണ് വേണു ആശംസാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്നത്. വേണു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വലിയച്ഛൻ്റെ കാറിൽ യാത്ര ചെയ്യവേ പെട്രോൾ അടിക്കാനായിട്ട് സെക്രട്ടറിൻ്റെ എതിർവശത്തുള്ള മരക്കാറിൻ്റെ പെട്രോൾ പമ്പിൽ കയറ്റി കാർ. അപ്പോൾ പെട്രോൾ അടിക്കുന്ന കുറച്ച് സമയം എടുക്കുമല്ലോ, പെട്രോൾ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വെള്ള അംബാസഡർ കാർ വന്നു. അതിൻ്റെ പുറകിലത്തെ സീറ്റിൽ നിന്ന് ആജാൻ്റെ ബാഹുവായ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. പമ്പിലെ ജീവനക്കാരും ചുറ്റുമുള്ളവരും കണ്ണെടുക്കാതെ ആ വ്യക്തിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാനും നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഈ 6 വയസ്സുകാരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേണു പറയുന്നത്. ആദ്യമായി മധുസാറിനെ കണ്ട കഥ വേണു പറയുന്നത് അങ്ങനെയാണ്. 6ാം ക്ലാസ്സിൽ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 12 വയസ്സുള്ളപ്പോഴാണ് മരക്കാരുടെ പെട്രോൾ പമ്പിൽ വെച്ച് ആദ്യമായിട്ട് മധുസാറിനെ കണ്ട ഓർമ്മ പോലും അത് കൊണ്ടു നടക്കുന്നു. ഞാൻ മധുസാറിനെ കണ്ടതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മ ചാല കമ്പോളത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ, ഇത്തവണ പോകുമ്പോൾ അമ്മ ഞങ്ങളെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ അടുത്ത മാസം പോകുമ്പോൾ അച്ഛനെ കൊണ്ടുപോകും, അല്ല അച്ഛൻ എൻ്റെ അനിയനെ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ കിഴക്കേക്കോട്ട വന്നിട്ട് ഇപ്പോൾ ബാബ സ്റ്റുഡിയോ ഇരിക്കുന്ന, കിഴക്കേക്കോട്ടയിലെ ബാബ സ്റ്റുഡിയോ ഇരിക്കുന്നിടത്തോട് നടന്നു പോകുമ്പോൾ ഒരു ലൈറ്റ് നീല, ആകാശ നീലയുള്ള ഒരു കാർ വന്ന് നിൽക്കുക. അതിൽ നിന്ന് ഒരാളിറങ്ങി, എനിക്കറിയില്ലായിരുന്നു. അമ്മ എന്നോട് രഹസ്യമായിട്ട് കാതി പറഞ്ഞു, അതാണ് സിനിമാ നടൻ മധു എന്ന് പറഞ്ഞു. മർഫിയുടെയോ ഫിലിപ്സിൻ്റെയോ ഒരു കടയുണ്ടായിരുന്നു അവിടെ, ഷോറൂം. ആ മർഫി എന്നാണ് എൻ്റെ ഓർമ്മ. ആ മർഫിയുടെ കടയിൽ കയറി എന്തോ റേഡിയോ വാങ്ങാനോ എന്തിനാണ് സാറ് കാറിൽ നിന്ന് ഇറങ്ങി അതിനകത്തേക്ക് കയറിപ്പോയത്. ഇപ്പോഴും ഞാൻ മധുസാറിനെ കാണുമ്പോൾ ആ കുട്ടിക്കാലത്ത് സാറിനെ ആദ്യമായി കണ്ടത് ഓർക്കാറുണ്ട്. ചീത്തവിളി വന്നപ്പോൾ പാവം വേണു ആ പോസ്റ്റിനെ എഡിറ്റ് ചെയ്തു. ആക്കിയവരുടെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ എന്ന് വേണു വിചാരിച്ചാണ്. ഞാനാണെങ്കിൽ പോടാവില്ലേ എന്ന് പറഞ്ഞു. ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യില്ല. ഞാൻ ഇട്ട ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുരയ്ക്കുന്നവരൊക്കെ കുരയ്ക്കട്ടെ എന്ന് വെക്കേണ്ടതെന്ന്. പക്ഷെ പാവം വേണു കയറി എഡിറ്റ് ചെയ്തു. മധുസാറിന് എത്ര വസ്തുവുണ്ട്, മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ആരാ, അദ്ദേഹം രാവിലെ എത്ര ഇഡ്ഡലി കഴിക്കും, താമസിക്കുന്ന വീട്ടിൽ എത്ര മുറി, അതിൽ താഴോട്ട് എത്ര വാതിൽ, ഇതൊന്നും അവിടെ പൊറുതിയില്ലാത്തവരറിയണ്ട എന്ന പക്ഷക്കാരനാണ് ഞാൻ. വേണുവിനും ചിലപ്പോൾ അതറിയില്ലായിരിക്കും. മன்னிച്ചിടുങ്കോ എന്ന് വേണു ഒരു പോസ്റ്റ് ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ വിവാദങ്ങളുടെ നടുവിൽ കൊണ്ടാക്കി കൊടുത്ത ഒരു കാരണവരെ മன்னிച്ചിടുങ്കോ എന്നൊരു പോസ്റ്റ് ഇടണം വേണു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.